ഹലോ ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എനിക്കതിന് പറ്റില്ല, എന്നെ എല്ലാവരും വെറുക്കുന്നു, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു, വിമർശിക്കുന്നു, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാരും എന്നോട് പറയുന്നത് കേൾക്കാറുണ്ട്. അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിരുന്നാൽ പോലും ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു ജീവിതം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് പേര് കോളുകൾ ചെയ്യാറുണ്ട്. അവരോടൊക്കെ സംസാരിച്ച് അവർക്കൊക്കെ സമാധാനവും അല്പം സാന്ത്വനവും ഒക്കെ കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. അതിനുവേണ്ടി എൻ്റെ പുതിയൊരു ജീവിതം ദൈവം അതിനായിട്ട് തിരഞ്ഞെടുത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു, പ്രപഞ്ചത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതല്ല. ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ സോഷ്യൽ ഫോബിയ, അത് ഈ സ്റ്റേജ് ഫിയറിൻ്റെയൊക്കെ ഒരു മൂർധന്യാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ കുട്ടിക്കാലം മുതൽ കുറേ ഇൻസിഡൻസ് ഇങ്ങനെ ഫേസ് ചെയ്ത് ഞാൻ എന്നിൽ നിന്നും കൂടുതൽ ഉള്ളിലേക്ക് ഒതുങ്ങി കൂടുതൽ വ്യക്തിയായി മാറി. അതായത് സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ്, ബന്ധുക്കളിൽ നിന്ന് പോലും ഉൾവലിഞ്ഞ്, കൂട്ടുകാരിൽ നിന്ന് ഉൾവലിഞ്ഞ് ഒരു റൂമിലേക്ക് മാത്രമായിട്ട് പോയ ഒരവസ്ഥ. അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. അത് രണ്ട് രീതിയിൽ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുന്ന ആളുകളുണ്ട്. അതിലൊരു കൂട്ടരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോൾ കൂടുതൽ പുറകോട്ടേക്ക് പോകും. എന്നാൽ അപൂർവം ചില ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഫേസ് ചെയ്ത് അതിന് ഓവർകം ചെയ്ത് കൂടുതൽ ശക്തരായി മാറും, അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള വ്യക്തികളായിട്ട് മാറും. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ ഷൈ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് കൂടി ഞാൻ ഉൾവലിഞ്ഞ് അകത്തേക്ക് ചുരുങ്ങി ഒരു റൂമിനകത്തേക്ക് മാറി. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യുന്നത് പേടി, ആളുകളെ കാണുമ്പോൾ പേടി, ആളുകളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു രീതി. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം അതെന്നെ ഒരു 2016-2017 കാലഘട്ടത്തിൽ എന്നെ അതൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയുണ്ടായി. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു റൂമിൽ, അവിടെ ആ കട്ടിലിൽ കിടന്ന് ഞാൻ ആ കരയുന്ന ആ ഒരു സ്വരം, അതായത് ആ ശബ്ദം പുറത്ത് കേൾക്കാതെ ബെഡിനോട് ചേർന്ന് അമർന്ന് കരയുന്ന ഒരു ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട്. അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു സമാധാനം, അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആത്മവിശ്വാസം, പ്രചോദനം, ഇതൊക്കെ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ധാരാളം കോഴ്സുകൾ ഞാനിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഞാനിത് ചെയ്യുന്നുണ്ട്, ഓൺലൈനിലും ഞാനത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ സംഘടനകളിൽ ഒരു ലീഡറായിട്ട് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹോമിയോപ്പതി എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രം, ആ ഒരു ശാസ്ത്രത്തിൻ്റെ മേഖലകളെ പറ്റി കൂടുതൽ പഠിച്ച് ഇപ്പോൾ ഏകദേശം 35ഓളം രാജ്യങ്ങൾ ചേർന്നുള്ളൊരു സംഘടനയിൽ അതിൻ്റെ ഒരു ലീഡറായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ അത്രയും ഒരു വലിയ രീതിയിൽ തന്നെ ഒരു മാറ്റം എനിക്കുണ്ടായത്. അതായത് വേൾഡിലുള്ള സകല രാജ്യങ്ങളിലുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാനായിട്ട് എവിടെയൊക്കെ ചാൻസ് ഉണ്ടോ അതൊക്കെ ഞാൻ തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിൽ കൂടി ഒരു ലീഡർ, ഒരു നേതാവ് എന്നുള്ളതിലേക്കുള്ളൊരു വലിയൊരു യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ നിലനിൽക്കുന്നു. ഫ്രണ്ട്സ്, ചിന്തിക്കുക, 6-7 വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ ഫോബിയ മൂലം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് അവിടെ ഇങ്ങനെ കട്ടിലിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ, ചുറ്റും ആരുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഇന്ന് നിങ്ങളോടൊക്കെ ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ സംസാരിക്കുവാനാണ് ആഗ്രഹം. അതിനുള്ള അവസരങ്ങൾ ഞാൻ എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കും. ഒരു വലിയൊരു നേതാവ് എന്നുള്ള രീതിയിലേക്ക് മാറണം, ഒരു ലീഡർ എന്നുള്ള രീതിയിലേക്ക് ചുവട് മാറ്റുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു, എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്. മരണത്തെപ്പറ്റി ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ മരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഞാനും ചിന്തിച്ചതാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് പേരൻസ് ഇല്ല, അല്ലെങ്കിൽ എന്നെ മുൻപോട്ട് നയിക്കാനായിട്ടുള്ള ആളുകളൊന്നുമില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അന്ന് ആ ചിന്തിച്ചതിന് പകരമായിട്ട് വേറൊരു രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും എന്തെങ്കിലും ആകണം,
എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് സെൻറ്റിമെൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാൻ എന്താണോ പറഞ്ഞത്, അല്ലേ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ദിവസം എല്ലാം എന്താ പറയുക, ദിവ്യജ്ഞാനത്തിലൂടെ തലച്ചോറിലേക്ക് വന്ന് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുകയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുകയല്ല. കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ലൈഫ് എനിക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രം മനസ്സിലേക്ക് വയ്ക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബിലീവ് യുവർ സെൽഫ്, അങ്ങനെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയത്തിലേക്ക്, ഇതിപ്പോൾ ഞാൻ വലിയൊരു വിജയിയായി ഇതുവരെ ആയിട്ടുണ്ട് എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചത് വലിയൊരു വിജയം തന്നെയാണ്. ഇനി എന്നെ വെച്ച് നോക്കുമ്പോൾ ഇനി വലിയ വിജയം എൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. അതിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അപ്പോൾ ഇതുവരെയുള്ളൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയം അധികരിച്ചതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രമാത്രം, ഈ ഒരു കാര്യം മാത്രം, ഈ 2017 2024 ഈ ഒരു 7 വർഷം, അതിനു മുൻപ് ശേഷവും ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങളോടൊന്ന് ജസ്റ്റ് പങ്കുവെച്ചതാണ്. അപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ മാറാനായിട്ട് ശ്രമിക്കുക, മാറാനായിട്ട് ആഗ്രഹിക്കുക, സ്വയം വിശ്വസിക്കുക. ബിലീവ് യുവർ സെൽഫ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കണം. അതിനായിട്ട് തയ്യാറാവുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.